ഇന്ന് നമുക്ക് 2019 ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 6 പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, പട്ടണത്തിൽ 2 ദിവസത്തെ മാജിക് ഷോ നടന്നു. ഓരോ ദിവസവും 3 പ്രദർശനം ഉണ്ടായിരുന്നു. ഒന്നാം ദിവസം യഥാക്രമം 2050 രൂപയും 3010 രൂപയും 5060 രൂപയും. രണ്ടാം ദിവസം 3500 രൂപയും 5050 രൂപയും 8000 രൂപയുമാണ് കിട്ടിയത്. ആദ്യത്തെ ചോദ്യം, തന്നിട്ടുള്ള വിവരങ്ങൾ പട്ടികയിൽ എഴുതുക. ഇവിടെ പട്ടികയിൽ ദിവസവും പ്രദർശനത്തിന് കിട്ടിയ രൂപ അടയാളപ്പെടുത്താൻ വേണ്ടി കോളങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ദിവസം ആദ്യത്തെ പ്രദർശനത്തിൽ കിട്ടിയത് 2050 രൂപയാണ്, അതാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ പ്രദർശനത്തിൽ കിട്ടിയത് 3010 രൂപ, മൂന്നാമത് 5060 രൂപ. അതുപോലെ രണ്ടാം ദിവസം ആദ്യത്തെ പ്രദർശനത്തിന് കിട്ടിയ രൂപ 3500 രൂപ, രണ്ടാമത്തത് 5050 രൂപ, മൂന്നാമത്തെ ഷോയിൽ കിട്ടിയത് 8000 രൂപ. രണ്ടാമത്തെ ചോദ്യം, ഏത് ദിവസമാണ് കൂടുതൽ വരുമാനം കിട്ടിയത്? എത്ര രൂപ? ആദ്യത്തെ ദിവസം നടത്തിയ ഷോയിലെ ആകെ തുക കൂട്ടുന്ന സമയത്ത് 10,120 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ദിവസം നടത്തിയ ഷോയിലെ ആകെ തുക കൂട്ടുന്ന സമയത്ത് 16,550 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത്. അതുപോലെ കിട്ടിയ രൂപ 16,550 രൂപയുമാണ്. അടുത്ത ചോദ്യം, 2 ദിവസവും കൂടി ആകെ എത്ര രൂപയാണ് കിട്ടിയത്? ആദ്യത്തെ ദിവസം ആകെ കിട്ടിയത് 10,120 രൂപയാണ്. രണ്ടാമത്തെ ദിവസം ആകെ കിട്ടിയത് 16,550 രൂപയാണ്. രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സംഖ്യ 26,670 രൂപയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. ലൈബ്രറി വികസനം. മിന്നുവിൻ്റെ സ്കൂളിൽ ആകെ 190 കുട്ടികളാണുള്ളത്. സ്കൂൾ ലൈബ്രറി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഓരോ കുട്ടിയും പുസ്തകം വാങ്ങാൻ 45 രൂപ വീതം നൽകി. ആകെ എത്ര രൂപ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. ആകെയുള്ള കുട്ടികൾ 190 ആണ്. ഒരു കുട്ടി കൊടുക്കുന്ന രൂപ 45 രൂപയാണ്. അപ്പം 190നെ 45 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 8,550 രൂപയാണ് ആകെ കിട്ടിയ രൂപ എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, 9,000 രൂപയ്ക്കുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ ഇനി എത്ര രൂപ കൂടി വേണം എന്നതാണ്. 9,000-ൽ നിന്ന് 8,550 കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 450 രൂപ കൂടി വേണമെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ആകെ 514 കഥാപുസ്തകങ്ങൾ വാങ്ങി. ഇതിനേക്കാൾ 280 എണ്ണം കുറവാണ് ലൈബ്രറിയിലെ കവിതാ പുസ്തകങ്ങൾ. എന്നാൽ കവിതാ പുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ പറയുന്നത് 514-നേക്കാൾ 250 കുറവ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 514-ൽ നിന്ന് 280 കുറച്ചാൽ കവിതാ പുസ്തകത്തിൻ്റെ എണ്ണം കിട്ടും. 514-ൽ നിന്ന് 280 കുറയ്ക്കുന്ന സമയത്ത് 234 കവിതാ പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി എത്ര? കുട്ടയിലെ 300 മാമ്പഴം 3 പെട്ടിയിൽ നിറയ്ക്കുകയാണ്. ഒന്നാമത്തെ പെട്ടിയിലേക്കാൾ 25 എണ്ണം കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിൽ. രണ്ടാമത്തെ പെട്ടിയിലേക്കാൾ 15 എണ്ണം കുറവാണ് മൂന്നാമത്തെ പെട്ടിയിൽ. ഒന്നാമത്തെ പെട്ടിയിൽ 65 മാമ്പഴം ആണ് നിറച്ചത് എങ്കിൽ ഇവിടെ ഉത്തരം തെറ്റിപ്പോകാതിരിക്കാൻ തന്നിട്ടുള്ള പെട്ടിക്ക് മുകളിലായിട്ട് ആ സൂചന ഒന്ന് എഴുതിയാൽ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ രണ്ടാമത്തെ പെട്ടിയുടെ മുകളിലായി ഒന്നാമത്തെ പെട്ടി കൂട്ടണം 25 എന്ന രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ മൂന്നാമത്തെ പെട്ടിയുടെ മുകളിലായിട്ട് രണ്ടാമത്തെ പെട്ടി കുറയ്ക്കണം 15 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ വായിക്കുന്ന സമയത്ത് ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചോദ്യം നോക്കാം. രണ്ടാമത്തെ പെട്ടിയിൽ എത്ര മാമ്പഴം ഉണ്ട്? ഒന്നാമത്തെ പെട്ടിയിൽ ഉള്ള മാമ്പഴം 65 ആണ്. അതിൻ്റെ കൂടെ 25 കൂട്ടുന്ന സമയത്ത് രണ്ടാമത്തെ പെട്ടിയിലെ മാമ്പഴം കിട്ടും.
75ഉം 65ഉം കൂട്ടുന്ന സമയത്ത് 90 മാമ്പഴമാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത് എന്ന് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, ഒന്നാമത്തെ പെട്ടിയിലേക്കാൾ മൂന്നാമത്തെ പെട്ടിയിൽ എത്ര എണ്ണം കൂടുതൽ ഉണ്ട്? മൂന്നാമത്തെ പെട്ടിയിലെ മാമ്പഴം കണ്ടെത്തണം. രണ്ടാമത്തെ പെട്ടിയിൽ ഉള്ളതിനേക്കാൾ 15 കുറവാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പെട്ടിയിലുള്ളത് 90 അതിൽ നിന്നും 15 കുറയ്ക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ പെട്ടിയിലെ മാമ്പഴം കിട്ടാൻ. 90-ൽ നിന്ന് 15 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 75 ഉത്തരം കിട്ടുന്നത്. അവിടെ ചോദിച്ച ചോദ്യം ഒന്നാമത്തെ പെട്ടിയിലേക്കാൾ മൂന്നാമത്തെ പെട്ടിയിൽ എത്ര മാമ്പഴം കൂടുതൽ ഉണ്ട് എന്നതാണ്. ഒന്നാമത്തെ പെട്ടിയിലുള്ളത് 65 മാമ്പഴമാണ്. മൂന്നാമത്തെ പെട്ടിയിലുള്ളത് 75ഉമാണ്. 75-ൽ നിന്ന് 65 കുറയ്ക്കുന്ന സമയത്ത് 10 മാമ്പഴമാണ് മൂന്നാമത്തെ പെട്ടിയിൽ അധികമുള്ളതെന്ന് എഴുതാൻ പറ്റും. അവസാനത്തെ ചോദ്യം, കുട്ടയിൽ എത്ര മാമ്പഴം ബാക്കിയുണ്ട്? ഒന്നാമത്തെ പെട്ടിയിൽ 65 മാമ്പഴമാണ് നിറച്ചത്. രണ്ടാമത്തെ പെട്ടിയിൽ 90 മാമ്പഴമാണ് നിറച്ചത്. മൂന്നാമത്തെ പെട്ടിയിൽ 75ഉമാണ്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് 230 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ആകെ കുട്ടയിലുള്ളത് 300 മാമ്പഴമാണ്. 300-ൽ നിന്ന് 230 കുറയ്ക്കുന്ന സമയത്ത് 70 മാമ്പഴമാണ് ബാക്കി കുട്ടയിലുള്ളത് എന്ന് പറയാം. അടുത്ത പ്രവർത്തനം നോക്കാം. ചുറ്റളവ്. ഇവിടെ 2 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചതുരത്തിൽ നീളവും വീതിയും നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ചതുരത്തിൽ വീതി മാത്രമേ തന്നിട്ടുള്ളൂ. ചോദ്യം ഒന്നാമത്തത്, ഒന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? അവിടെ വീതിയായിട്ട് 5 സെൻറ്റിമീറ്ററും നീളമായിട്ട് 12 സെൻറ്റിമീറ്ററുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് 17 നീളവും വീതിയും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 34 സെൻറ്റിമീറ്ററാണ് ഒന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് എഴുതാം. രണ്ടാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് 22 സെൻറ്റിമീറ്റർ ആയാൽ നീളം എത്ര? രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടാൻ 22-നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 22-നെ പകുതിയാക്കിയാൽ നമുക്ക് 11 കിട്ടുന്നത്. 11-ൽ വീതി എന്നാൽ 5 സെൻറ്റിമീറ്ററാണ്. 11-ൽ നിന്ന് 5 കുറയ്ക്കുന്ന സമയത്ത് നീളം 6 സെൻറ്റിമീറ്ററാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. 2 ചതുരവും മേൽ കാണിച്ചതുപോലെ ചേർത്ത് വച്ചാൽ കിട്ടുന്ന വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ആദ്യം തന്ന ചതുരങ്ങൾ രണ്ടും ചേർത്ത് വെച്ച് ഒരു വലിയ ചതുരമാക്കി മാറ്റിയതാണ്. അതിൻ്റെ ചുറ്റളവാണ് കണ്ടെത്താൻ പറയുന്നത്. ഇവിടെ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പലരും 2 ചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടിയാൽ അത് ഒരുമിച്ച് കൂട്ടി എഴുതാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ചുറ്റുള്ള അളവ് മാത്രമാണ് ചുറ്റളവ്. അതിൻ്റെ നടുവിലായി കാണുന്ന അളവൊന്നും തന്നെ ചുറ്റളവിൽ വരുന്നില്ല. ചുറ്റുള്ള അളവ് മാത്രമേ ചുറ്റളവായി വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നീളം രണ്ടും കൂടെ കൂടുന്ന സമയത്ത് കൂടുന്നുണ്ട്, പക്ഷേ വീതി അവിടെ കൂടുന്നില്ല. ഇവിടെ മുകളിലുള്ള ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം 12, രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം 6. അങ്ങനെയെങ്കിൽ 12ഉം 6ഉം 18 ഈ വലിയ ചതുരത്തിൻ്റെ നീളം. എന്നാൽ വീതി വ്യത്യാസം വരുന്നില്ല, 5 സെൻറ്റിമീറ്റർ തന്നെയാണ് വീതി. അങ്ങനെയെങ്കിൽ 18ഉം 5ഉം 23 നീളവും വീതിയുമായിട്ട് വരുന്നത്. 23-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 46 സെൻറ്റിമീറ്ററാണ് ഈ വലിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് എഴുതണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ കൂടുതൽ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായി വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നത്. മുന്നോട്ടുള്ള LSS, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, USS തുടങ്ങി മുന്നോട്ടുള്ള കണക്കുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് പ്രചോദനമായി മാറുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. പഠനയാത്ര. വാനപുരം ഗവൺമെൻറ് UP സ്കൂളിലെ 3, 4 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പഠനയാത്ര പോയി. 3ാം ക്ലാസ്സിലെ 28 കുട്ടികളും 4ാം ക്ലാസ്സിലെ 24 കുട്ടികളുമാണ് പങ്കെടുത്തത്.
ഓരോ കുട്ടിയും 175 രൂപ വീതമാണ് കൊടുത്തത്. ചോദ്യം ഇതാണ്, കുട്ടികളിൽ നിന്ന് ആകെ എത്ര രൂപ പിരിഞ്ഞു കിട്ടി? ആകെ യാത്ര ചെയ്ത കുട്ടികൾ 28ഉം 24ഉമാണ്. അവ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് 52 കുട്ടികളാണ് എന്ന് മനസ്സിലാക്കാം. കൊടുക്കേണ്ട രൂപ 175ആണ്. അപ്പം 175നെ 52 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 9100 രൂപയാണ് കുട്ടികളിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, പഠനയാത്രയ്ക്ക് ആകെ 9985 രൂപ ചെലവായി. കുട്ടികളിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ തുകയും ചെലവായ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അവിടെ പിരിഞ്ഞു കിട്ടിയ തുക 9100 ചെലവായ തുക 9985 വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്ന സമയത്ത് 885 രൂപയാണ് ആ തുകകൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് മനസ്സിലാക്കാം. അവസാനത്തെ ചോദ്യം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 25 ഗുണനം 4 100 25 ഗുണനം 8 200. അങ്ങനെയെങ്കിൽ അവിടെ ഉത്തരം തന്നിട്ടുണ്ട്. 25നോട് എത്ര ഗുണിച്ചാൽ 400 കിട്ടും എന്നതാണ് നോക്കേണ്ടത്. 25നോട് 16 ഗുണിച്ചാലാണ് നമുക്ക് 400 കിട്ടുന്നത്. അതാണ് അവിടെ എഴുതേണ്ടത്. അവസാനത്തെ പ്രവർത്തനം നോക്കാം. സംഖ്യാബന്ധം കണ്ടെത്താം. താഴെ കൊടുത്ത പാറ്റേണുകൾ നോക്കൂ. സംഖ്യാബന്ധം കണ്ടെത്തി വിട്ടുപോയവ പൂരിപ്പിക്കൂ. നിങ്ങൾക്ക് ഗുണനം എന്താണ് എന്നത് വ്യക്തമായി അറിയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്ന ഒരു പാറ്റേണാണിത്. 32നെ 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 320 കിട്ടുന്നത്. 32നെ 10 തവണ എഴുതി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 320. അപ്പം അങ്ങനെയെങ്കിൽ 32ൻ്റെ പകുതിയാണ് 16. 16നെ 32നെ എത്ര തവണ കൂട്ടിയോ അതിൻ്റെ ഇരട്ടിയായി കൂട്ടിയാൽ മാത്രമേ 320 കിട്ടൂ. അതാണ് അവിടെ 20 കൊടുത്തിട്ടുള്ളത്. 16 ഗുണനം 20 320. അപ്പോൾ 16ൻ്റെ പകുതിയാണ് 8. 8നെ 16നെ ഗുണിച്ചതിൻ്റെ ഇരട്ടി ഗുണിച്ചാൽ മാത്രമേ നമുക്ക് 320 കിട്ടൂ. 16ൻ്റെ പകുതിയാണ് 8. 8നെ 40 കൊണ്ട് ഗുണിക്കുന്ന സമയത്താണ് 320 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യയായിട്ട് വരുന്നത് 4 ആയിരിക്കും. 4നെ 8നെ ഗുണിച്ചതിൻ്റെ ഇരട്ടി കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 320 കിട്ടുക. അപ്പം 4നെ 80 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 320 കിട്ടുന്നത്. അതുപോലെ ബിയിൽ ഇതേ സംഖ്യാബന്ധം ഉപയോഗിച്ച് വിട്ടുപോയവ പൂർത്തിയാക്കുക. ഇവിടെ 24നെ 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 240 കിട്ടുന്നത്. അടുത്തതായി എഴുതേണ്ടത് 24ൻ്റെ പകുതിയാണ്. 24ൻ്റെ പകുതി 12. 12നെ 10ൻ്റെ ഇരട്ടി കൊണ്ട് ഗുണിക്കേണ്ടി വരും 240 കിട്ടാൻ. 10ൻ്റെ ഇരട്ടി എന്നാൽ 20. 12നെ 20 കൊണ്ട് ഗുണിച്ചാൽ 240 കിട്ടും. അതിനാൽ താഴെയായിട്ട് എഴുതേണ്ടത് 12ൻ്റെ പകുതിയാണ്. അത് 6. 6നെ 20ൻ്റെ ഇരട്ടിയായ 40 കൊണ്ട് ഗുണിക്കുന്ന സമയത്താണ് 240 കിട്ടുന്നത്. അവസാനത്തേത് 13 ഗുണനം 2 26 ആണ് എങ്കിൽ 130 ഗുണനം 2 എത്ര എന്നതാണ് ചോദ്യം. അവിടെ ഒരു 0 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 26ൻ്റെ കൂടെ ഒരു 0 മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 13 ഗുണനം 200 എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. 13നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 26 കിട്ടുന്നത്. പിന്നീട് 2 പൂജ്യങ്ങൾ ചേർത്ത് കൊടുത്താൽ ഉത്തരം ശരിയാണ്.